ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ എന്ന് വേണമെങ്കിൽ ഫ്രണ്ട്സ്, ഞാൻ പറയുന്ന ഓരോ തെറ്റുത്തരത്തിനും എനിക്ക് പണിഷ്മെൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉപ്പുവെള്ളമാണ്. അപ്പോൾ നമുക്ക് ഉപ്പുവെള്ളം കലക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണിൽ ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടില്ലാതില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പുണ്ടോന്ന്. നല്ല ഉപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് ഞാൻ പറയുന്ന ഓരോ തെറ്റുത്തരത്തിനും ഞാൻ ഉപ്പുവെള്ളം കുടിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ ശരി ഉത്തരത്തിനും എനിക്ക് 5 പോയിൻറ്റ്സ് കിട്ടും. മൊത്തം 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യന് 5 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം ടോട്ടൽ ഒരു 100 ആവും. അപ്പം ഞാൻ 100ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ലാസ്റ്റ് എന്തായാലും എൻ്റെ ഫൈനൽ മാർക്ക് ഞാൻ ഇട്ടേക്കാം. ഓരോ തെറ്റുത്തരം പറയുമ്പോഴും എനിക്ക് കിട്ടിയ സ്കോർ പോകും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു കറക്റ്റ് ഉത്തരം പറഞ്ഞു, 5 പോയിന്റ് കിട്ടി. അടുത്ത തെറ്റുത്തരം പറഞ്ഞാൽ ആ 5 പോയിന്റ് മാറി 0 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് എൻ്റെ പുന്നാര അമ്മയാണ്. അമ്മ ചോദിച്ചു തുടങ്ങിക്കോ. നിന്റെ ജന്മനക്ഷത്രം? വിശാഖം. ഓക്കെ, അടുത്ത ചോദിച്ചോ. അമ്മയുടെ അച്ഛൻ്റെ വിവാഹം നടന്ന വർഷം, മാസം? വർഷം 2007, മാസം സെപ്റ്റംബർ. അപ്പോൾ എനിക്കിപ്പോൾ ടോട്ടൽ 10 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ ജന്മനക്ഷത്രം? നക്ഷത്രം ഭരണി. എനിക്ക് ഈ നക്ഷത്രവും തീയതി അതൊക്കെ മാർക്ക് കൂട്ടോ. അടുത്ത ചോദിച്ചോ. ചേട്ടൻ ജനിച്ച വർഷം? 9/9/2009. ഭയങ്കര റെയർ ആണ്. മീൻസ് 9/9/2009 ഒരിക്കലും മറക്കത്തില്ല. 9/9/2009. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോ. അച്ഛൻ്റെ ഇനിഷ്യൽ KSൻ്റെ ഫുൾ ഫോം? കിളിക്കോട് സുകുമാരൻ. ഓക്കെ, അടുത്ത എത്രാമത്തെ ചോദ്യം ചോദിക്കാൻ പോണേ? 6th. ഓക്കെ, ചോദിച്ചോ. അച്ഛൻ പഠിച്ച സ്കൂൾ? എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, നമുക്ക് വെള്ളം കുടിയോ. ഉപ്പ് വെള്ളം. ഇത് ശരിക്കും ഉപ്പ് വെള്ളമാണ്. ഇത് ഇപ്പോൾ ഉപ്പൊക്കെ അലിഞ്ഞു പോയതാട്ടോ. കുടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുടിക്കാൻ പോവാണേ. കുടിക്കാം. എന്തൊരു ആശ്വാസം. 7th ക്വസ്റ്റ്യൻ ചോദിച്ചോ. അമ്മ പഠിച്ച സ്കൂൾ ഏത്? ഐ ഡോണ്ട് നോ. ഇവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോ പോലും എനിക്ക് അറിയത്തില്ല. അപ്പഴാ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ്. ഇവര് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എനിക്കതൊന്നും അറിയത്തില്ല. അപ്പഴുണ്ടായിരുന്ന പല സ്കൂളുകളും ഇപ്പം ഇല്ല. ഓക്കെ, അടുത്ത ചോദിച്ചോ. അവസാനം കണ്ട സിനിമ ഏത്? ഹോ, എന്തൊരു എളുപ്പം. ARM. യെസ് എന്ന് പറയണം. യെസ്. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. എത്ര വർഷത്തിലൊരിക്കലാണ് ലീപ്പ് ഇയർ വരുന്നത്? 4 വർഷത്തിലൊരിക്കൽ. ഏത് മലയാള മാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? ചിങ്ങം. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ എനിക്കറിയത്തില്ല. എത്രാമത്തെ ഓണമാണ് നാം തിരുവോണമായി ആഘോഷിക്കുന്നത്? 2. അച്ഛൻ ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആര്? എന്താ സംശയം? ലാലേട്ടൻ. അയ്യോ, അത് പുഷ്പൻ. ലാലേട്ടൻ താഴത്തില്ല. പുഷ്പ മോഹൻലാൽ ഒരേപോലെ. ഞാൻ പറഞ്ഞത് താഴത്തില്ല, സോറി കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ലാലേട്ടൻ, മോഹൻലാൽ എൻ്റെ ചങ്കിൻ്റെ ചങ്കാണ്. ലാലേട്ടൻ ഫാൻസ് കീ ജയ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോ. അച്ഛൻ കണ്ട ലാലേട്ടൻ ഫാനാണ്. അടുത്ത ചോദ്യം ചോദിച്ചോ. അടുത്തൊരു കുസൃതി ക്വസ്റ്റ്യൻ ആണ്. കുസൃതി ചോദ്യം കേട്ടോ. പെട്രോളും ഡീസലും ഒന്നും ഇല്ലാതെ ഓടുന്ന കാർ?
സ്കൂട്ടർ, കാർ, ഓടുന്ന കാർ. പെട്രോളും ഡീസലും ഒന്നും ഇല്ലാതെ ഓടുന്ന കാർ. കുസൃതി ചോദ്യമാണ്. ഒരു ചാൻസും കൂടെ. മയക്കാർ. യെസ്, ആ മയക്കാർ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതോ? ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോ. ഇത് എത്രാമത്തെയെന്ന് അറിയോ? യു ഡോണ്ട് നോ? ഇത് 14. 14ാമത്തെ ചോദ്യമാണ് ഇനി അമ്മ ചോദിക്കാൻ പോകുന്നതാ അതോ ചോദിച്ചതാ? ചോദിച്ചു. 15ാമത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, ചോദിച്ചോ. അച്ഛന്റെ ഇഷ്ട ഭക്ഷണം. നാടൻ ഫുഡ് തന്നെ. അങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ വിശുദ്ധമായിട്ടൊന്നും പറയണ്ട, നാടൻ ഫുഡ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അച്ഛൻ ഈ നാടൻ ഫുഡിനെ കാട്ടി കൂടുതലും നാടൻ ഫുഡാണ് കഴിക്കുന്നത്. പക്ഷേ ഇതേപോലത്തെ സാൻഡ്വിച്ച് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയ ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. അച്ഛന് വേണ്ടി തന്നെയാണ് ഞാൻ മെയിനായിട്ട് ആ സാൻഡ്വിച്ച് ഉണ്ടാക്കിയ വീഡിയോ തന്നെ എടുത്തത് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണണേ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചാൽ അമ്മ. അച്ഛന്റെ ഫേവറേറ്റ് TV ഷോ ഏത്? ന്യൂസ് ചാനൽസ്, മാതൃഭൂമി, 24, ജനം എല്ലാം കാണും. ന്യൂസ് ഇല്ലെങ്കിൽ അച്ഛൻ ഇല്ല. ഭയങ്കര ന്യൂസ് ഫാനാണ്. അടുത്ത ചോദ്യം ചോദിച്ചോ. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏത് ഫ്ലേവറാണ്? ചോക്ലേറ്റ്. എനിക്കും ചേട്ടന് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് ചോക്ലേറ്റ്. അമ്മയ്ക്ക് മാത്രമാണ് വാനില ഫ്ലേവർ ഇഷ്ടം. അച്ഛന് ഐസ്ക്രീമേ ഇഷ്ടമല്ല. അടുത്ത ചോദിച്ചോ. അച്ഛൻ കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? മൊബൈൽ ഫോണിന് അടി കൂടുമ്പോൾ ഞാനും ചേട്ടനും. ആണാ? അച്ഛനും അമ്മ അതിന് തന്നെയാണ് അടി കൂടണല്ല, ദേഷ്യപ്പെടുന്നത്. നമ്മൾ മൊബൈൽ ഫോണിന് വേണ്ടി അടി കൂടും. യെസ്, പക്ഷെ ഇപ്പം ആ അടി ഇല്ല കേട്ടോ. അടുത്ത ചോദിച്ചോ. ചേട്ടനും നീയും തമ്മിൽ വഴക്കിടുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഞാൻ മൊബൈലിൽ ചോദിക്കുമ്പോൾ ചേട്ടൻ തരത്തില്ല. ഇളയ കുട്ടിയൊരു ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇളയ പിള്ളേരെ വിഷമം. മൂത്തവർ മൊബൈൽ തരത്തില്ല. ഇടിക്കണം കഴിച്ച് ഇടിക്കണം, നമ്മൾ അവർ ഇടിക്കണം. അങ്ങനെയാണ് മിക്കപ്പോഴും അടി ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോ. അച്ഛനും അമ്മയ്ക്കും നീ വളർന്ന് എന്താകാനാണ് ആഗ്രഹം? അമ്മയ്ക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളൂ. അച്ഛന് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. നീ പഠിച്ച് വലുതായിട്ട് നിനക്ക് എന്തിനാവണോ അത് നീ ആയിക്കോ. അങ്ങനെയാണ് അച്ഛൻ്റെ മറുപടി. അങ്ങനെയാണ്. അമ്മയ്ക്കും എനിക്ക് പോലീസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ആരെടുത്ത് പറഞ്ഞാലും അവർ പറയും പൊക്കമില്ല, കൊച്ചല്ലേ, പൊക്കമില്ലല്ലോ, പൊക്കമില്ലെങ്കിൽ പോലീസ് കിട്ടൂലല്ലോ. ഇങ്ങനെയാണ്. എനിക്കും എൻ്റെ അമ്മയ്ക്ക് പോലീസ് ജോലി ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ പൊക്കം വയ്ക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ആരും മുന്നിൽ പാന്ന് കൊടുക്കില്ല. പൊക്കം വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പൊക്കം വയ്ക്കണം. പൊക്കമില്ലാത്തവർ പോലീസ് ജോലിയിൽ കയറിയിട്ടുണ്ടല്ലോ. പൊക്കമില്ലാത്തവർക്കും പറ്റണം. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് 20 ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് ഞാൻ എന്തായാലും ലാസ്റ്റ് ഇടാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, ബി ഹെൽത്തി.